നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് എസംപുരം പാലത്തിന് പോത്തുംകടവ് പാലത്തിന് വടക്കുവശമുള്ള കൂട്ടാല പാലത്തിന് സമീപത്തുള്ള കായലിലാണ്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 3 കർഷകരും പടിയൂർ പഞ്ചായത്തിലെ ഒരു കർഷകനും അടക്കം 4 കർഷകർ സർക്കാർ പദ്ധതിയിലൂടെ കൂട്ടായി മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഈ 4 മത്സ്യകർഷകർക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ ദയനീയമായ കാഴ്ചയാണ്. കഴിഞ്ഞ 3 വർഷമായി നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തിയ ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി എന്നിങ്ങനെയുള്ള വെള്ളപിടിപ്പുള്ള മത്സ്യങ്ങളാണ് ചത്ത് പൊന്തിയിരിക്കുന്നത്. ഷൺമുഖം കനാൽ തുറന്നുവിട്ടതിനെ തുടർന്ന് സമീപ പ്രദേശത്തെ പല കമ്പനികളിൽ നിന്നുള്ള വിഷമാലിന്യങ്ങൾ വെള്ളത്തിൽ കലരുകയും മത്സ്യങ്ങൾ ഓക്സിജൻ ലഭിക്കാതെയുമാണ് ചത്തുപൊന്തിയതെന്നാണ് കർഷകർ പറയുന്നത്. എന്താണ് പേര്? പിന്നെ നിങ്ങൾ കൂടെ ഉള്ളത്? നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ട് ഈ കൂട് കൃഷി തുടങ്ങിയിട്ട്? 4 വർഷമായി. ഇതിനു മുമ്പുള്ള 3 വർഷവും നല്ല വിജയകരമായിരുന്നോ? നിങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്? ഇപ്പോൾ നമുക്ക് എന്നാണ് ഈ മീൻ ഇങ്ങനെ ചത്ത് പൊന്താൻ തുടങ്ങിയത്? ഇന്നലെ മുതൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം? വിഷവെള്ളം ഈ ഒഴുകി വന്നിട്ടാണ് ഈ മീനുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? 25-30 ലക്ഷം രൂപ. നിങ്ങൾ 4 പേർ കൂടി വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ചെയ്തിരുന്ന സംഭവം ഏകദേശം ഇപ്പം എന്തോരം തൂക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മീനുകൾ? ഇത് 3 സെക്ഷനായിട്ടാണ്. ഒരു സെക്ഷൻ 3 കിലോ, 2.5 കിലോ അലവെടുക്കും, പിന്നെ 1/2 കിലോ. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് എത്രാം വാർഡാ? 15-ാം വാർഡ്. അപ്പോൾ ഇവിടെ 4 കർഷകർ കൃഷി ചെയ്യുന്നതൊക്കെ നേരത്തെ അറിയായിരുന്നു? അറിയാം. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലിനജലം ഇതിലൂടെ ഒഴുകി വന്നിട്ടാണ് ഈ മീനുകൾ ഓക്സിജൻ കിട്ടാതെ ചത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കർഷകർ മനസ്സിലാക്കുന്നത്. ഇത് സത്യത്തിൽ എന്താണ് മെമ്പർ എന്ന നിലയ്ക്ക് സുജന ചേച്ചിക്ക് പറയാനുള്ളത്? കർഷകർക്ക് ഇപ്പം നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഇവർ 3 നേരം വരുന്നതും അതിൽ പണി ചെയ്യണതൊക്കെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യാനായിട്ട് ഞാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഏകദേശം ഇവർ പറയുന്നത് 30 ലക്ഷം രൂപ താഴെയുള്ള മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഇവരുടെ കണ്ണീരിനൊരു വില നമ്മൾ കൽപ്പിക്കേണ്ടതല്ലേ? ഇപ്പോൾ ശരിക്കും നമുക്കറിയാം ഇപ്പം എത്ര നല്ല വിലയുള്ള മത്സ്യങ്ങളാണ് ഈ ഒഴുകി പോണത്. ഇവർ ഇത്രയും നാളത്തെ അധ്വാനവും ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഇതിൽ ഒഴുകി പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ട നടപടികൾ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. ഏകദേശം 25-30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകർ വിലയിരുത്തുന്നത്. ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു ചത്ത ഒഴുകിപ്പോകുന്ന ഈ മത്സ്യങ്ങളോടൊപ്പം ഒഴുകിപ്പോകുന്നത് ഈ മത്സ്യ കർഷകരുടെ അധ്വാനവും കണ്ണീരും ഒരുപാട് നാളത്തെ പ്രതീക്ഷകളുമാണ്. ഇതിന് കൃത്യമായ നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾക്കെല്ലാം പ്രതീക്ഷിക്കാം. അവരുടെ പ്രതീക്ഷകളാണ് അവർ കോരിക്കളയുന്നത്. ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് നമ്മളെല്ലാവരും ഭക്ഷിക്കേണ്ട ഭക്ഷ്യവിഭവങ്ങളാണ് എന്നുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു ദയനീയ കാഴ്ച തന്നെയാണ്.